എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ വർക്ക്ഷോപ്പും മെഷീനറികളും എങ്ങനെ തിരിച്ചറിയാമെന്ന് നമുക്ക് പഠിക്കാം. ലക്ഷ്യങ്ങൾ: ഇന്നത്തെ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കഴിയും: 1. ITIയുടെ വിവിധ വിഭാഗങ്ങൾ സന്ദർശിച്ച് സ്റ്റാഫ് അംഗങ്ങളെ പരിചയപ്പെടുക. 2. ITIയുടെ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് വിഭാഗത്തിന്റെ ലേഔട്ട് വരയ്ക്കുക. ഈ പരിശീലനം ചെയ്യാൻ ആവശ്യമായ ഉപകരണങ്ങൾ നമുക്ക് ശേഖരിക്കാം. സ്റ്റീൽ റൂൾ 300 മില്ലിമീറ്റർ ഒരെണ്ണം. അളക്കുന്ന ടേപ്പ് 20 മീറ്റർ ഒരെണ്ണം. സെറ്റ് സ്ക്വയർ 300 450 ഒരു സെറ്റ്. പെൻസിൽ, HB, ഇറേസർ ഓരോന്നും 1 വീതം. നടപടിക്രമം: ടാസ്ക് 1. ITIയുടെ വിവിധ വിഭാഗങ്ങൾ സന്ദർശിക്കുകയും വിവിധ വിഭാഗങ്ങളെയും സ്റ്റാഫ് അംഗങ്ങളെയും പരിചയപ്പെടുകയും ചെയ്യുക. ഒരു വ്യാവസായിക പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ITI വിവിധ വിഭാഗങ്ങൾ സന്ദർശിക്കുന്നത് പഠിപ്പിക്കുന്ന വ്യത്യസ്ത ട്രേഡുകളെയും നൈപുണ്യത്തെയും കുറിച്ചുള്ള മൂല്യവത്തായ ഉൾക്കാഴ്ചകൾ നിങ്ങൾക്ക് നൽകും. വ്യാവസായിക പരിശീലന സ്ഥാപനങ്ങൾ ITIകൾ വിവിധ ട്രേഡുകളിലായി വൈവിധ്യമാർന്ന തൊഴിലധിഷ്ഠിത പരിശീലന പരിപാടികൾ വാഗ്ദാനം ചെയ്യുന്നു. പ്രത്യേക വ്യവസായങ്ങൾക്കുള്ള പ്രായോഗിക വൈദഗ്ധ്യവും അറിവും നേടുന്നതിന് വ്യക്തികളെ പ്രാപ്തരാക്കുന്നു. 1. ITIയുടെ വിഭാഗങ്ങൾ തിരിച്ചറിയുകയും പരിശീലനം നൽകുന്ന ട്രേഡുകൾ ലിസ്റ്റ് ചെയ്യുകയും ചെയ്യുക. 2. ITIകളിൽ ലഭ്യമായ ട്രേഡുകൾ തൊഴിൽ വിപണിയുടെ വൈവിധ്യമാർന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്ന വിശാലമായ മേഖലകളെ ഉൾക്കൊള്ളുന്നു. ITIകളിൽ കാണപ്പെടുന്ന ചില സാധാരണ ട്രേഡുകൾ ഇതാ. 3. സന്ദർശനവേളയിൽ അതാത് ഇൻസ്ട്രക്ടറുമായി വ്യത്യസ്ത ട്രേഡിന്റെ പ്രധാന ഉപകരണങ്ങളെക്കുറിച്ച് ആമുഖമെടുക്കുകയും കുറിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്യുക. 4. വ്യവസായത്തിലെ പ്രത്യേക ട്രേഡിന്റെ വ്യാപ്തിയെയും പ്രയോഗത്തെയും കുറിച്ച് ഹ്രസ്വമായ അറിവ് നേടുക. 1. ഇലക്ട്രീഷ്യൻ ട്രേഡ്. 1. വൈദ്യുത ഇൻസ്റ്റലേഷനുകൾ, വയറിംഗ്, അറ്റകുറ്റപ്പണികൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 2. പരിശീലനത്തിൽ ഇലക്ട്രിക്കൽ ഘടകങ്ങൾ, സർക്യൂട്ടുകൾ, വൈദ്യുതി വിതരണ സംവിധാനങ്ങൾ എന്നിവയിൽ പ്രവർത്തിക്കുന്നത് ഉൾപ്പെടുന്നു. 2. ഫിറ്റർ ട്രേഡ്. 1. മെക്കാനിക്കൽ സിസ്റ്റങ്ങളുടെയും മെഷീനറികളുടെയും അസംബ്ലി, ഇൻസ്റ്റലേഷൻ, പരിപാലനം എന്നിവ ഉൾപ്പെടുന്നു. 2. പരിശീലനം, മെഷീനിംഗ്, ഫിറ്റിംഗ് ഘടകങ്ങൾ, സാങ്കേതിക ഡ്രോയിങ്ങുകൾ വായിക്കൽ എന്നിവ ഉൾക്കൊള്ളുന്നു. 3. വെൽഡർ ട്രേഡ്. 1. ആർക്ക് വെൽഡിംഗ്, ഗ്യാസ് വെൽഡിംഗ്, TIG കൂടാതെ MIG വെൽഡിംഗ് എന്നിവയുൾപ്പെടെ വിവിധ വെൽഡിംഗ് ടെക്നിക്കുകൾ പഠിപ്പിക്കുന്നു. 2. മെറ്റൽ ഭാഗങ്ങൾ ചേരുന്നതിൽ സുരക്ഷാ നടപടികളും കൃത്യതയും ഊന്നിപ്പറയുന്നു. 4. മെഷീനിസ്റ്റ് ട്രേഡ്. 1. ലെയ്ത്തുകൾ, മില്ലിംഗ് മെഷീനുകൾ, ഗ്രൈൻഡറുകൾ എന്നിവ പോലുള്ള ഓപ്പറേറ്റിംഗ് മെഷീൻ ടൂളുകൾ ഉൾപ്പെടുന്നു. 2. പരിശീലനത്തിൽ കൃത്യതയുള്ള മെഷീനിംഗും എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങുകൾ വായിക്കുന്നതും ഉൾപ്പെടുന്നു. 5. പ്ലംബർ ട്രേഡ്. 1. പ്ലംബിംഗ് സിസ്റ്റങ്ങളുടെ ഇൻസ്റ്റലേഷൻ, പരിപാലനം, നന്നാക്കൽ എന്നിവ ഉൾപ്പെടുന്നു. 2. പൈപ്പുകൾ, ഫിക്സ്ചറുകൾ, പ്ലംബിംഗ് ടൂളുകൾ എന്നിവ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നത് പരിശീലനത്തിൽ ഉൾപ്പെടുന്നു. 6. മെക്കാനിക്, മോട്ടോർ വാഹനം ട്രേഡ്. 1. മോട്ടോർ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ, ട്രബിൾ ഷൂട്ടിംഗ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 2. എഞ്ചിൻ സംവിധാനങ്ങൾ, ഇലക്ട്രിക്കൽ സംവിധാനങ്ങൾ, മൊത്തത്തിലുള്ള വാഹന പരിശോധന എന്നിവ കവർ ചെയ്യുന്നു. 7. ഇലക്ട്രോണിക്സ് മെക്കാനിക്. 1. ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും സർക്യൂട്ടുകളുടെയും അസംബ്ലി, ടെസ്റ്റിംഗ്, റിപ്പയർ എന്നിവ പഠിപ്പിക്കുന്നു. 2. കവർ സോൾഡറിംഗ്, PCB അസംബ്ലി, ട്രബിൾ ഷൂട്ടിംഗ്, ഇലക്ട്രോണിക് സിസ്റ്റങ്ങൾ. 8. ഡീസൽ മെക്കാനിക് ട്രേഡ്. 1. ഡീസൽ എഞ്ചിനുകളുടെ അറ്റകുറ്റപ്പണികളിലും പരിപാലനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 2. പരിശീലനത്തിൽ എഞ്ചിൻ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കൽ, ഓവർഹോൾ ചെയ്യൽ, ഡീസൽ സംവിധാനങ്ങൾ ട്യൂൺ ചെയ്യൽ എന്നിവ ഉൾപ്പെടുന്നു. 9. ഡ്രാഫ്റ്റ്സ്മാൻ, മെക്കാനിക്കൽ അല്ലെങ്കിൽ സിവിൽ. 1. മെക്കാനിക്കൽ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് പ്രോജക്റ്റുകൾക്കായി സാങ്കേതിക ഡ്രോയിങ്ങുകളും ബ്ലൂ പ്രിന്റുകളും സൃഷ്ടിക്കുന്നതിൽ ഉൾപ്പെടുന്നു. 2. ഡ്രാഫ്റ്റിംഗ് ടെക്നിക്കുകൾ, CAD സോഫ്റ്റ്വെയർ, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങുകൾ വ്യാഖ്യാനിക്കൽ എന്നിവ പരിശീലനത്തിൽ ഉൾപ്പെടുന്നു. 10.
കമ്പ്യൂട്ടർ ഓപ്പറേറ്ററും പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റും COPA. 1. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകൾ, സോഫ്റ്റ്വെയർ വികസനം, പ്രോഗ്രാമിംഗ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 2. പരിശീലനത്തിൽ ഓഫീസ് സോഫ്റ്റ്വെയർ, പ്രോഗ്രാമിംഗ് ഭാഷകൾ, അടിസ്ഥാന IT കഴിവുകൾ എന്നിവ ഉൾപ്പെടുന്നു. ടാസ്ക് 2. ITIയുടെ R&ACT വിഭാഗത്തിന്റെ ലേഔട്ട് വരയ്ക്കുക. ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ ITI, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് RAC, വ്യാപാരം, റെഫ്രിജറേഷൻ, എയർ കണ്ടീഷനിംഗ്, വെന്റിലേഷൻ സംവിധാനങ്ങൾ എന്നിവയിൽ പ്രവർത്തിക്കാനാവശ്യമായ വൈദഗ്ധ്യവും അറിവും ട്രെയിനികൾക്ക് നൽകുന്നതിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. വീടുകൾ, ഓഫീസുകൾ, വ്യവസായങ്ങൾ, വാണിജ്യ ഇടങ്ങൾ എന്നിവ ഉൾപ്പെടെ വിവിധ ക്രമീകരണങ്ങളിൽ സുഖകരവും നിയന്ത്രിതവുമായ അന്തരീക്ഷം നിലനിർത്തുന്നതിൽ ഈ ട്രേഡ് നിർണായക പങ്ക് വഹിക്കുന്നു. റെഫ്രിജറേഷന്റെ അടിസ്ഥാന തത്വങ്ങൾ. റെഫ്രിജറേഷൻ സൈക്കിൾ, കംപ്രഷൻ, ഘനീഭവിക്കൽ, വികാസം, ബാഷ്പീകരണം എന്നിവ ഉൾപ്പെടെയുള്ള ശീതീകരണത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിലേക്കുള്ള ആമുഖം. എയർ കണ്ടീഷനിംഗ് സിസ്റ്റങ്ങൾ. വിൻഡോ യൂണിറ്റുകൾ, സ്പ്ലിറ്റ് സിസ്റ്റങ്ങൾ, സെൻട്രൽ എയർ കണ്ടീഷനിംഗ്, HVAC, ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷനിംഗ് തുടങ്ങിയ വിവിധ തരം എയർ കണ്ടീഷനിംഗ് സിസ്റ്റങ്ങൾ മനസ്സിലാക്കുന്നു. 1. റെഫ്രിജറന്റുകൾ. വിവിധ റെഫ്രിജറന്റുകൾ, അവയുടെ ഗുണങ്ങൾ, റെഫ്രിജറേഷൻ, എയർ കണ്ടീഷനിംഗ് സിസ്റ്റങ്ങളിലെ അവയുടെ പ്രയോഗങ്ങൾ എന്നിവ പഠിക്കുന്നു. ഓസോൺ ശോഷണം, ആഗോള താപന സാധ്യതകൾ തുടങ്ങിയ പാരിസ്ഥിതിക പരിഗണനകൾക്ക് ഊന്നൽ നൽകുന്നു. 2. ഘടകങ്ങളും ഉപകരണങ്ങളും. കംപ്രസറുകൾ, കണ്ടൻസറുകൾ, ബാഷ്പീകരണ ഉപകരണങ്ങൾ, വിപുലീകരണ ഉപകരണങ്ങൾ, നിയന്ത്രണ ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടെ RAC സിസ്റ്റങ്ങളിൽ ഉപയോഗിക്കുന്ന ഘടകങ്ങളെ തിരിച്ചറിയുകയും പഠിക്കുകയും ചെയ്യുക. 3. ഇൻസ്റ്റലേഷനും മെയിന്റനൻസും. 1. റെഫ്രിജറേഷൻ, എയർ കണ്ടീഷനിംഗ് സിസ്റ്റങ്ങളുടെ ഇൻസ്റ്റലേഷൻ, കമ്മീഷൻ ചെയ്യൽ, പരിപാലനം എന്നിവയിൽ പ്രായോഗിക പരിശീലനം. 2. റെഫ്രിജറന്റുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ശരിയായ നടപടിക്രമങ്ങൾ മനസ്സിലാക്കുക, സിസ്റ്റം കാര്യക്ഷമത ഉറപ്പാക്കുക, പൊതുവായ പ്രശ്നങ്ങൾ പരിഹരിക്കുക. 3. ഇന്ത്യയിലെ നാഷണൽ സ്കിൽസ് ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് NSQF ലെവലുകളുടെയും പഠനഫലങ്ങളുടെയും അടിസ്ഥാനത്തിൽ യോഗ്യതകൾ സംഘടിപ്പിക്കുന്നതിനുള്ള ഒരു സ്റ്റാൻഡേർഡ് ചട്ടക്കൂട് നൽകുന്നു. മെഷറിംഗ് ടേപ്പ് ഉപയോഗിച്ച് ഏരിയ അളക്കുക. എന്നിട്ട് ഉറപ്പാക്കുക വർക്ക്ഷോപ്പ് ഏരിയ കുറഞ്ഞത് നിയമമനുസരിച്ച് 80 സ്ക്വയർ മീറ്റർ, അതായത് 40 സ്ക്വയർ മീറ്റർ ബൈ 20 സ്ക്വയർ മീറ്റർ അനുസരിച്ചാണെന്നും എന്നിട്ട് ലേഔട്ട് തയ്യാറാക്കുക. റീക്യാപ്പ്. ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയെന്ന് ചർച്ച ചെയ്തു. 1. ITIയുടെ വിവിധ വിഭാഗങ്ങൾ സന്ദർശിച്ച് സ്റ്റാഫ് അംഗങ്ങളെ പരിചയപ്പെടുക. 2. ITIയുടെ റെഫ്രിജറേഷൻ, എയർ കണ്ടീഷനിംഗ് വിഭാഗങ്ങളുടെ ലേഔട്ട് വരയ്ക്കുക.